നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കരുതെന്ന് തറപ്പിച്ച് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് അയ്യപ്പ മഹാസംഭവം മാതാ അമൃതാനന്ദമയി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ ഭക്തർക്ക് ഉറച്ച പിന്തുണ അമൃതാനന്ദമയി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ആചാരങ്ങളെല്ലാം അതേപടി നിലനിൽക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതാദ്യമായാണ് ശബരിമല വിഷയത്തിൽ ഇത്ര പരസ്യമായ പ്രതികരണം അമൃതാനന്ദമയി നടത്തുന്നത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പല സമരവും നടന്നുവെങ്കിലും ഇതാദ്യമാണ് ഇത്ര വലിയൊരു മഹാസംഗമം ഇവിടെ നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ പുത്തിരിക്കണ്ടം മൈതാനത്തിനകത്ത് കടന്നപ്പോൾ മൈതാനത്തിലേക്ക് കടക്കാനാവാതെ കിഴക്കേക്കോട്ടയിലും റോഡിലുമായി അനേകായിരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. പാളയത്തു നിന്നും വലിയ മാർച്ച് നടത്തിയാണ് അയ്യപ്പ കർമ്മസമിതി പ്രവർത്തകർ മൈതാനത്തേക്ക് വന്നത്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും മുഴുവൻ സ്വാമിമാരും ആശ്രമ മഠാധിപന്മാരും സ്റ്റേജിലുണ്ടായിരുന്നു. കേരളത്തിലെ മുഴുവൻ സാമുദായിക സംഘടനാ നേതാക്കളും തന്നെ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. സജീവ രാഷ്ട്രീയക്കാരായ BJP നേതാക്കൾ ആരും തന്നെ വേദിയിലുണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമായി. എന്നാൽ BJPയുടെ എല്ലാ മുതിർന്ന നേതാക്കളും സദസ്സിൽ ജനങ്ങൾക്കൊപ്പം ഇരുന്നു. സദസ്സിൽ മീഡിയയ്ക്ക് അനുവദിച്ച സീറ്റുകൾക്ക് തൊട്ടടുത്ത് BJP നേതാക്കൾ എല്ലാവരും ഇരിക്കുകയാണ്. അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയ പരിവേഷം നൽകാതെ ഹൈന്ദവ ഐക്യമെന്ന മുൻഗണന നൽകാനായിരുന്നു ഇത്. മാത്രമല്ല, അമൃതാനന്ദമയിയും ഇന്ത്യയിലെ തന്നെ ഉന്നത സന്യാസി ശ്രേഷ്ഠരും പങ്കെടുക്കുന്ന വേദിയിൽ രാഷ്ട്രീയം പാടില്ല എന്ന ഒരു വലിയ തീരുമാനവും അയ്യപ്പ കർമ്മസമിതി എടുത്തിരുന്നു. അയ്യപ്പ കർമ്മസമിതി നേതാവ് സെൻകുമാർ സദസ്സിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ വലിയ കയ്യടിയാണ് ഉണ്ടായത്. ശബരിമലയിൽ ഒരിക്കലും വിശ്വാസികളുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ച് ആർക്കും ഒന്നും ചെയ്യാനാകില്ല എന്നും വിശ്വാസികൾ തന്നെ ഈ യുദ്ധത്തിൽ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ KP ശശികല ടീച്ചർ പറഞ്ഞത് എന്തുവന്നാലും പിന്നോട്ടില്ലെന്നും പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നാണ്. അതായത്, കോടതി വിധി ഇനി വരാനിരിക്കുന്നത് പോലും എന്തായിരുന്നാലും തീരുമാനത്തിൽ മാറ്റമില്ല എന്ന വലിയ പ്രഖ്യാപനമാണ് KP ശശികല ടീച്ചർ നടത്തിയിരിക്കുന്നത്. ശബരിമല വിഷയം ഇന്ത്യ മുഴുവനുള്ള ഹൈന്ദവരുടെ വിഷയമാണെന്നും അവർ പറഞ്ഞു. ആവശ്യം വന്നാൽ ഇന്ത്യയിലെ മുഴുവൻ ഹൈന്ദവ ആചാര്യന്മാരും സ്വാമിമാരും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും കേരളത്തിലെത്തുമെന്നും അവർ പ്രഖ്യാപിച്ചു. പുത്തിരിക്കണ്ടം മൈതാനത്ത് നിന്നും ഡോക്ടർ വേലായുധൻ, കർമ്മ ന്യൂസ്.